തലോലപ്പറമ്പ് ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡിന് സമീപം ഫെഡറൽ ബാങ്ക്, ഫെഡറൽ നിലയം എന്ന് പേരിട്ടിട്ടുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച്. ഇവിടെയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്. ആസാർ കോട്ടേജ്. റാബിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ വൈക്കം മുഹമ്മദ് ബഷീറും 6 വർഷം ഇവിടെ താമസിച്ചിരുന്നു. ഇതാ ഫെഡറൽ ബാങ്ക് നിലയം. ഇതിനകത്ത് വൈക്കം മുഹമ്മദ് ബഷീറിന് അദ്ദേഹത്തിന് അർഹിക്കുന്ന ആദരവ് നൽകി അവർ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ ഉപയോഗിച്ചിരുന്ന കിണർ, ആ കിണർ അതേപടി, അവിടെ ഉണ്ടായിരുന്ന മരവും അതേപടി നിലനിർത്തിയിരിക്കുന്നു. പാത്തുമ്മയുടെ ആട് ഈ മരത്തിന് ചുറ്റും ഓടി നടന്നിട്ടുണ്ടാവാം. അവിടെ നിന്ന് ഇറങ്ങി തലോലപ്പറമ്പ് ചന്തയും കണ്ട് ഞാൻ മുന്നോട്ട് നടന്നു. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച സ്ഥലം കാണണ്ടയോ? അതും തലോലപ്പറമ്പ് ഈ വീടിനടുത്ത് തന്നെ. ഇപ്പോൾ കാണുന്നത് ഈ ഗേറ്റിനുള്ളിൽ ആണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വീട്. ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനിയൻ്റെ മകനും ഭാര്യയുമാണ് ജീവിക്കുന്നത്. ഇതാ ഒരു മുസ്ലിം പള്ളി, തൊട്ടടുത്തുള്ള മുസ്ലിം പള്ളിയാണ്. ഒരു ചെറിയ പള്ളി, എന്ത് ഭംഗിയാണ് ആ പള്ളിക്ക്. അതും പുഴയുടെ തീരത്ത് തന്നെയാണ്. ഇതാ പോകുന്നു ബഷീറിൻ്റെ ബഷീറിൻ്റെ സ്മാരകത്തിലേക്കുള്ള വഴി. ഇന്ന് ജാനുവരി 21, 2025 ബഷീർ ജനിച്ച ദിനമാണ്. ഇവിടെ ബഷീറിനെ അനുസ്മരിക്കാൻ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. അതിനുവേണ്ടി അലങ്കരിച്ചിട്ടിരിക്കുന്ന തോരണങ്ങളാണ് ഈ കാണുന്നത്. ഞാൻ ചെല്ലുമ്പോൾ എത്തിയിട്ടില്ല ആരും. 5 മണിക്കാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ സ്മാരകത്തിൻ്റെ ഫോട്ടോ എനിക്ക് നന്നായിട്ട് എടുക്കാൻ കഴിഞ്ഞു. അകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. താഴെ ലൈബ്രറിയാണ്. 4 മണി തൊട്ട് 7 മണി വരെയാണ്. ഇന്ന് ചിലപ്പോൾ അവധിയായിരിക്കും ലൈബ്രറിക്ക്. ഇവിടെ ഒരു സമ്മേളനം നടക്കുന്നതാണല്ലോ. ഇതോ ആ ലൈബ്രറിയുടെ മുമ്പിലുള്ള പുഴ, നല്ല ഭംഗിയുള്ള പുഴ, മൂവാറ്റുപുഴ പുഴയാണത്. ഇതാ ബഷീറിൻ്റെ ഒരു പ്രതിമ, ഒറ്റക്കല്ലിൽ തീർത്ത പ്രതിമ, കരിഞ്ചൽ പ്രതിമ, നല്ല ഭംഗിയുണ്ട് ആ പ്രതിമയ്ക്ക്. ഇതാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകം. ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന കസേരകളാണിത്. ഇത് വൈക്കം സ്മാരകത്തിൻ്റെ സൈഡിലുള്ള കൽപ്പടവുകൾ. ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീർ കുളിച്ചിട്ടുണ്ടാവാം. തൊട്ടടുത്ത് വീടായതുകൊണ്ട് എൻ്റെ ഒരു അനുമാനം. ഇവിടെ ഒരു വിളക്കുണ്ട്, വേലുത്തമ്പി ദളവ സ്ഥാപിച്ച വിളക്ക്. ആ വിളക്കാണ് ഈ കാണുന്നത്. ആ വിളക്കിനെ പറ്റിയുള്ള ബോർഡും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് സമീപത്തുള്ള മരം അതിമനോഹരമാണ്. ഇതിനപ്പുറത്താണ് നമ്മൾ കണ്ട മുസ്ലിം പള്ളി. അവിടെ നിന്ന് ബസ് കയറി വടയാർ ഞാൻ എത്തി. വടയാർ ഒരു പള്ളി, മനോഹരമായ പള്ളി ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ പോയത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ നടക്കണം. ആ പള്ളി സ്കൂൾ, എന്ത് ഭംഗിയാണ് ആ പള്ളി സ്കൂളിന്. ഓടിയിട്ട് ഇതുപോലത്തെ സ്കൂൾ ഇന്ന് മുതൽ കാണാൻ പറ്റുമോ? ഇതാ 2018 വെള്ളപ്പൊക്കം, അനുസ്മരിക്കാൻ വേണ്ടി ഒരു കവാടം. ഇതിനും ജനങ്ങൾ തന്നെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ കുരിശിൻ്റെ വഴി അതിമനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ കുരിശിന് ഒരു ചരിത്രമുണ്ട്. രാജാവിന് ഒരു അമ്പലം പണിയണമെന്ന് ജ്യോത്സ്യന്മാർ പറഞ്ഞു. എന്നാലേ രാജാവിൻ്റെ അസുഖം മാറുള്ളൂ. അവിടെ ഒരു കുരിശ് എന്ത് ചെയ്യാൻ സാധിക്കും? അദ്ദേഹം പുഴയിലൂടെ ആ കുരിശ് ഒഴുക്കി വിട്ടു. എവിടെ നിൽക്കുന്നോ അവിടെ ഈ കുരിശ് സ്ഥാപിക്കാമെന്ന്. അങ്ങനെ കുരിശ് വന്ന് നിന്ന സ്ഥലമാണ് ഇത്. ഇന്ന് അവിടെ നല്ല പള്ളിയും നല്ല ഭംഗിയുള്ള പള്ളി പണിതു. നമുക്ക് പോയി കാണാമല്ലോ. ഇതാ പള്ളിയുടെ മുമ്പിലുള്ള മൂവാറ്റുപുഴ പുഴ. ഈ കുരിശിൻ്റെ ചരിത്രം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ പള്ളിക്കും വളരെയധികം ചരിത്രമുണ്ട്. എന്നിരുന്നാലും ഒറ്റ ചരിത്രം മാത്രം ഞാൻ പറയാം. മദർ തെരേസ ഈ പള്ളിയിൽ വന്ന് കുർബാന കണ്ടിട്ടുണ്ട്. മദർ തെരേസയുടെ തിരുശേഷിപ്പും ഈ പള്ളിയിൽ ഉണ്ടെന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും ബസ് സ്റ്റോപ്പിലെത്തി. ബസ് സ്റ്റോപ്പിൻ്റെ മുമ്പിൽ ഇളങ്കാവു അമ്പലം, അതിമനോഹരമായ പുരാതന അമ്പലം. അതിനടുത്ത് പോയി ഫോട്ടോ ഞാൻ എടുത്തില്ല. ഇവിടെ നിന്ന് വീണ്ടും ബസ് കയറി ഞാൻ വൈക്കത്തെത്തി. അതെ, രാവിലെ വൈറ്റിലയിൽ നിന്ന് ബസ് കയറി തലയോലപ്പറമ്പ് എത്തി. തലയോലപ്പറമ്പിൽ നിന്ന് ബസ് കയറി വൈക്കത്തുനിന്ന് എറണാകുളത്തേക്കും. ഇതാണ് KSRTC ബസ് സ്റ്റാൻഡ്.
നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി.